10 വർഷത്തോളം സമയമെടുത്ത് തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള പുതുക്കാട് പഴയ പള്ളിയുടെ ഒരു മാതൃക ഈർക്കലിയിൽ നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് ഹൈന്ദവനായ സുനിജ് കുമാർ. 10 വർഷം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് വ്രതമെടുത്താണ് താൻ ഈ ക്രൈസ്തവ ദേവാലയം ഈർക്കലിയിൽ നിർമ്മിച്ചതെന്ന് തൃശൂർ പുതുക്കാട് സ്വദേശിയായ സുനിജ് കുമാർ ഷെക്കേന ചർച്ച് ബിറ്റ്സിൽ പങ്കുവച്ചു. പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി 260 വർഷം പഴക്കമുണ്ടായിരുന്ന പുതുക്കാട് പഴയ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി പൊളിച്ചപ്പോൾ തെക്കേത്തൊറാവ് തുറവിൽ വീട്ടിൽ സുനിജ് കുമാർ ആ ദേവാലയം മനസ്സിൽ പ്രതിഷ്ഠിച്ചു. പിന്നെ അത് ഈർക്കലി ഉപയോഗിച്ച് പുനഃസൃഷ്ടിച്ചു. ഒരു പള്ളി നിർമ്മിക്കുന്ന പവിത്രതയോടെ 10 വർഷം എടുത്തായിരുന്നു അത്. ചെറിയൊരു പള്ളി പണിയാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പം 2-3 കൊല്ലം വേണ്ടി വരും അത് പണിയാനായിട്ട്. പക്ഷേ പള്ളിയിലെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് കാണിക്കാനായിട്ട് ഉണ്ടാക്കി വന്നപ്പോഴാണ് ഇത്രയ്ക്കും വലിപ്പമായി. അപ്പം ഇത്രയും വലിപ്പമായപ്പോഴാണ് ഈ 10 കൊല്ലമായി. പള്ളിയിൽ സ്ഥാപിക്കാനുള്ള അൾത്താരയും കുരിശുകളും പുരോഹിതരെ കൊണ്ട് ആശീർവദിച്ചാണ് പള്ളിയുടെ ചെറുമാതൃകയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പള്ളിയുടെ അകവും പുറവും തൂണുകളും അൾത്താരയും എല്ലാം ഒട്ടും വ്യത്യാസമില്ലാതെ നിർമ്മിച്ചിട്ടുണ്ട്. 4.5 അടിയോളം നീളവും 2.5 അടിയോളം ഉയരവും 3 അടിയോളം വീതിയുമുള്ളതാണ് സുനിജ് നിർമ്മിച്ച പള്ളി. പത്തു വർഷത്തോളം മത്സ്യ മാംസാഹാരങ്ങളും ഉപേക്ഷിച്ചും താടിയും മുടിയും വെട്ടിയൊതുക്കാതെയും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് വ്രതമെടുത്താണ് പള്ളി നിർമ്മാണത്തിൽ ഏർപ്പെട്ടതെന്ന് സുനിജ് കുമാർ ഷെക്കേന ചർച്ച് ബിറ്റ്സിൽ പങ്കുവച്ചു. ഞാൻ ഈ പള്ളി തുടങ്ങുമ്പോൾ 2012 തൊട്ട് നമ്മൾ ഒരു ദേവാലയമല്ലേ, അപ്പോൾ നമ്മൾ അതിൻ്റെ ചുറ്റയും മട്ടത്തോട് കൂടി ചെയ്യണ്ടേ. അതുകൊണ്ട് ഞാനൊരു നോയമ്പ് വ്രതം എടുത്തിട്ടാണ് ഞാനിതിന് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് മത്സ്യമാംസാദികൾ മുട്ട ഇതൊന്നും കഴിക്കാണ്ടാണ്, പച്ചക്കറി മാത്രം കഴിച്ചിട്ടാണ് ഞാൻ ഇത് തുടങ്ങി. അതുപോലെ തന്നെ മുടി താടി ഇതൊക്കെ വെട്ടി ഒതുക്കാണ്ട് ആണ് ഇതിൻ്റെ വ്രതം എന്ന് വെച്ചിട്ട് ആണ് നമ്മൾ ഈ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് സദ്യകളും വിവാഹ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊന്നും അറ്റംപ്റ്റ് ചെയ്തില്ല. പിന്നെ വീട്ടിൽ TV ക്യാൻസൽ ചെയ്തു, പത്രം ക്യാൻസൽ ചെയ്തു, യൂട്യൂബ് ചാനൽ ഇതൊന്നും കാണണില്ല. ഇതെല്ലാം ക്യാൻസൽ ചെയ്തിട്ടാണ് ഞാൻ ഇതിന് രംഗത്തിറങ്ങി. അതുകൊണ്ട് 10 കൊല്ലം ഈ വീടിൻ്റെ പുറത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് മറ്റുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചു കൊറോണയിൽ സുനാമിയിലൊക്കെ ഞാൻ മരിച്ചു പോയി എന്ന് വെച്ചു. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഈ രൂപത്തിൽ തന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് എന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കി. താടി മുടി ഇതൊക്കെ നടക്കുന്ന ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങാടിക്ക് പോകും വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാൻ. അപ്പോഴാണ് പറയുന്നത് ഇത് എന്ത് കോല, അത് ഇനി വീട്ടിലെ ആൾക്കാരും ഇല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കളിയാക്കിയിട്ടുണ്ട്, പ്രാന്തെന്ന് വിളിച്ചിട്ടുണ്ട്, തെറി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉപദ്രവമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തെങ്ങിൻ പട്ട വെട്ടിയെടുത്ത് പച്ച ഈർക്കലി മിനുസപ്പെടുത്തി ഉണക്കിയെടുത്ത് നിറവും നീളവും അനുസരിച്ച് തരംതിരിച്ചു വയ്ക്കും. പിന്നീട് അവ ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ചാണ് നിർമ്മാണം. ഞാൻ തന്നെ തെങ്ങുമ്പോൾ പൊത്തി പിടിച്ച് കയറി അവിടുന്ന് നിരങ്ങി പരങ്ങിയൊക്കെയാണ് വീട്ടിൽ ഇറങ്ങി വന്നത്. അപ്പോൾ നോക്കിയപ്പോൾ നെഞ്ചത്തൊക്കെ ആകെ നോക്കിയപ്പോൾ തെങ്ങിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലെ നെഞ്ചത്ത് അടയാളം. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. പിന്നെ അങ്ങനെ തെങ്ങുമ്പോൾ കയറി പട്ട വെട്ടിയിട്ട് ഓലയൊക്കെ കളഞ്ഞ് ആ ഈർക്കിലിനെ അങ്ങനെ മിനുസപ്പെടുത്തിയിട്ട് അത് ഉണക്കി എല്ലാ ഈർക്കിലും എടുത്തിട്ടുണ്ട്. ഉണങ്ങിയ ഈർക്കിൽ എടുത്തിട്ടുണ്ട്, പച്ച ഈർക്കിൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഇത്തിരി ദ്രവിച്ച പോലത്തെ ഈർക്കിൽ എടുത്തിട്ടുണ്ട്. അത് ഓരോ സെറ്റായിട്ട് വെച്ചേക്കാം. ഈർക്കിലി നമുക്ക് കിട്ടാണ്ട് വരുമ്പോൾ ഇത് ഉപയോഗിക്കാം എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. പക്ഷേ എന്നാലും നമ്മൾക്ക് നല്ല ഈർക്കിലുകൾ തന്നെയാണ് ഞാൻ ഇതുമ്പോൾ കൂടുതലും ഉപയോഗിച്ചത്. കൂടുതലും പട്ടാര ഈർക്കിലാണ് നമ്മൾ കൂടുതലും വിളിച്ചാണ്. അപ്പോൾ വർഷകാലത്ത് നമ്മൾ ഉണങ്ങിയ ഈർക്കിൽ കൊണ്ട് പണിയെടുക്കും, വേനൽക്കാലത്ത് പച്ച ഈർക്കിൽ കൊണ്ട് പണിയെടുക്കും. ഫെവിക്കോളാണ് ഇതിന് കൂടുതൽ ഉപയോഗിച്ചാണ്. പിന്നെ ഫെവിക്കോൾ എടുത്തിട്ട് ഈർക്കിളികൾ ഓരോന്നോരോന്ന് കൂട്ടി ഒട്ടിച്ചിട്ട് വലിയൊരു ഷീറ്റാക്കി എടുക്കണം.
പിന്നെ ഇത് 2 ലെയറാണ്. ഇതിൻ്റെ ഉള്ളിലും ഈർക്കിളിയുണ്ട്. അത് ഈർക്കിളിയുടെ കടഭാഗത്തിൽ വണ്ണം കൂടുതലായതുകൊണ്ട് അതും ഇത് നമ്മൾക്ക് ചുമര് വണ്ണം വെപ്പിക്കാനായിട്ട് അതും ഇതുമ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സീലർ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു പേരിന് മാത്രം. ഈർക്കിളിയുടെ മുറി ഭാഗത്തുനിന്ന് പൂപ്പൽ പുറത്ത് വരാണ്ടിരിക്കാനായിട്ട് ഇത് കംപ്ലീറ്റ് 45 ഡിഗ്രിയിലാണ് ഇത് ഞാൻ വർക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പൂപ്പായി ഒരു കാരണവശാലും പുറത്തേക്ക് വരില്ല. ആദ്യം ബ്ലോക്ക് ചെയ്തത് ഈർക്കിളിയുടെ പൂപ്പായി പുറത്തേക്ക് വരാണ്ടാണ്. അതിനുശേഷം ഇപ്പോൾ 2 കോട്ട് നമ്മൾ പോളിഷ് അടിച്ചിട്ടുണ്ട്. അതൊരു ഗ്ലാസ് പോളിഷാണ്. ദേവാലയത്തിനകത്തെ ചിത്രപ്പണികളും വസ്തുക്കളുമെല്ലാം ഈർക്കലി ഉപയോഗിച്ച് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. യേശുവിന്റെ മുൾക്കിരീടം അണിഞ്ഞ മുഖവും പരിശുദ്ധാത്മാവിന്റെ രൂപവും ഭിത്തികളിൽ ഒരുക്കിയിട്ടുണ്ട്. തറയിലെ രൂപസവിശേഷതകൾ പോലും അതിശയിപ്പിക്കുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. സംഗീതത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോണ സ്റ്റെപ്പുകളാണ് ഇത്. ഇത്ര സ്റ്റെപ്പുകൾ ആ പള്ളിയുമ്മലുണ്ട്. അതേ പള്ളിയുമ്മലത്തെ സംഭവം തന്നെയാണ് നമ്മൾ ഇതുമ്മ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അടിയിൽ നിന്ന് കയറി ഇങ്ങനെ വന്നിട്ടാണ് ഈ റൂമിലാണ് പെരുന്നാളിന് വേണ്ട കൊടകൾ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് പള്ളിയിൽ ചെന്നപ്പോൾ കുരിശിൽ തൂങ്ങി കിടക്കുന്ന രൂപം ഉണ്ടായിരുന്നത്. ഇവിടെയാണ്. ഇപ്പോഴത്തെ ഒരു മാതാവ് ഉണ്ടായിരുന്നു. കോവിഡ് കാലം തുടങ്ങിയതോടെ ജോലിക്ക് പോകാതെ മുഴുവൻ സമയവും നിർമ്മാണത്തിനായി മാറ്റിവെച്ചു. ഇക്കാലത്ത് ആവശ്യമായ പണവും മറ്റും നൽകി സഹായിച്ചത് സഹോദരൻ സുനീഷും തന്റെ സഹോദരിയുമാണെന്ന് സുനിജ് പറയുന്നു. വീട്ടിൽ നിന്ന് പുറത്ത് ഒരാൾക്കാർ പണിക്ക് വിളിച്ചിട്ടും ചെറിയ കുഞ്ഞ വർക്ക്ഷോപ്പിലൊക്കെ ഞാൻ പോയി പണിതിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വീട്ടിലേക്കും ഇവിടേക്കും വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യത്തിന്. അങ്ങനെ പണി അങ്ങോട്ട് തുടങ്ങി ഇപ്പോൾ 5 കൊല്ലമായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ പകുതി ആയിട്ടുള്ളൂ. അപ്പം ഇനിയും ഇതേപോലെ പോകാൻ വെച്ചാൽ ചിലപ്പോൾ കുറേ അധികം സമയം പിടിക്കും. അപ്പം ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഇത് നീണ്ടു പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കും. ഇപ്പോൾ കൊറോണയും കാര്യങ്ങളും പിന്നെ സുനാമി ഈ വക സാധനങ്ങളൊക്കെ കടന്നു പോകണം. അപ്പോൾ മനുഷ്യന് എന്ത് സംഭവിക്കാമെന്ന് അറിയില്ല. അപ്പോൾ നീ ഇത് അവസാനിപ്പിക്കാനായിട്ട് നിനക്ക് എന്ത് സഹായം വേണ്ടതെന്ന് വെച്ചെങ്കിൽ ഞങ്ങളോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫെവിക്കോള്, പോളിഷ്, ഈർക്കിളി, പിന്നെ ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഇതല്ലാതെ ഒരുമിച്ച് വാങ്ങിച്ചാൽ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടാണ് ഇത് പണി തുടങ്ങിയത്. അപ്പോൾ അവർ പറഞ്ഞു നീ പുറത്തേക്ക് പോകണ്ട, ഇത് അവസാനിപ്പിക്കുക. ഇതിനെ അവസാനിപ്പിക്കാൻ നിനക്ക് എന്താ ആവശ്യമുള്ളതെന്ന് വെച്ചെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള പൈസ സ്വരൂപിച്ച് തരാം. 21 ദിവസം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ 2 പ്രാവശ്യം സുനിജ് വായിച്ചു തീർത്തിട്ടുണ്ട്. സമ്പൂർണ്ണ ബൈബിൾ 21 ദിവസം കൊണ്ട് ഞാൻ വായിച്ചു 2 പ്രാവശ്യം. പിന്നെ പുതിയ നിയമം ഒരു 10 ദിവസം 8 ദിവസം അങ്ങനെയൊക്കെ ആയിട്ട് വായിച്ചു. തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഈർക്കലിയിൽ പള്ളി നിർമ്മിച്ച സുനിജ് കുമാറിന് ഉപഹാരം നൽകി ആദരിച്ചു. കൂടാതെ പുതുക്കാട് ഇടവക സമൂഹവും സുനിജിന് സ്നേഹാദരങ്ങൾ നൽകുകയും ചെയ്തു. ഇതിനു മുമ്പ് താൻ താമസിച്ചിരുന്ന വീടിന്റെ മാതൃക ഈർക്കലിയിൽ സുനിജ് കുമാർ നിർമ്മിച്ചിട്ടുണ്ട്. സോളമൻ രാജാവ് സ്വർണം കൊണ്ട് ജെറുസലേം പള്ളി പണിതു. ദരിദ്രനായ സുനിജ് കുമാർ ഈർക്കിളി കൊണ്ട് പുതുക്കാട് പള്ളി പണിതു.